നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും സയനോര എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് കുറെ ഇംഗ്ലീഷ് റാപ്പ് സോങ്സും അങ്ങനത്തെ വരികളൊക്കെ എഴുതുന്ന ഇത് എവിടെന്നെങ്കിലും ഇൻസ്പയർഡ് ചെയ്ത് എഴുതിയതാണോ? എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി. പക്ഷെ എന്റെ പേരും എന്റെ രൂപവും ഒക്കെ കാണുമ്പോൾ ആൾക്കാര് ഇംഗ്ലീഷ് അങ്ങനെ അതുമായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ചെറുപ്പം മുതലേ എഴുതാറുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഒക്കെ കോളേജ് മാഗസിൻസിനൊക്കെ വേണ്ടി എഴുതും. ഈ കവിതകളൊക്കെ എഴുതാറുണ്ട്. അപ്പൊ അങ്ങനെ എഴുതിയിട്ടാണ് ഒരു സിംഗിള് എഴുതി റിലീസ് ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് അധികവും കമ്പോസ് ചെയ്യുമ്പം എഴുതിയിട്ടാണ് അതിന്റെ കൂടെ കമ്പോസ് ചെയ്യുക. അപ്പൊ വെറുതെ ഒരു ഗിബ്രിഷ് ലൈൻസ് എഴുതിയിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. അപ്പം ആഹക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഞാൻ എഴുതി കമ്പോസ് ചെയ്തിട്ട് എല്ലാവർക്കും അത് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പാടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പാടി വിജയ് യേശുദാസിന്റെ കൂടെയുള്ള ഡുവറ്റാ. വിജുവിന് ഞാൻ പാട്ട് അയച്ചു കൊടുത്തപ്പോ മൂപ്പറ് അച്ഛനെ കേൾപ്പിച്ചപ്പം ദാസോട് ചോദിച്ചത് ആരാ പാടുന്നതെന്ന് വെച്ചപ്പം വിജു പറഞ്ഞു സായ വേറെ ആരെ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട് എന്നാ തോന്നുന്നത്. അപ്പം ദാസങ്കിൾ പറഞ്ഞു അത് അവൾ തന്നെ പാടണം എന്ന് പറ. സിംഗർ സോങ് റൈറ്റർ കമ്പോസർ ഒരു നോമാണ്, അത് എന്തിനാലും അത് പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അർജുന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി ആ സിനിമയിലും കമ്പോസ് ചെയ്തു അല്ലെ? അതിൽ സുരാജേട്ടനെ കൊണ്ട് പാടിപ്പിച്ചു. അതും ഇങ്ങനെയാണ്. സുരാജേട്ടനെ സെലക്ട് ചെയ്യാൻ എന്താ കാരണം? ആ പാട്ടും ആക്ച്വലി സുരാജേട്ടൻ പാടിയ പാട്ടും ഞാൻ എഴുതി അത് എല്ലാം എഴുതി പോകുന്നതാണ്. ഇൻ ദ സെൻസ് അതിന്റെ ഡയറക്ടർ അപ്പം കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിലാണ് ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചെയ്തു. അപ്പം ജീൻ മർക്കോസ് എന്ന് പറഞ്ഞ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് കോമഡി പാട്ടായിരിക്കണം സായ, സുരാജേട്ടനാണ് പാടുന്നത്. അപ്പൊ സുരാജേട്ടൻ പാടുന്ന പാട്ടായിരിക്കണം, ചക്കയായിട്ട് ബന്ധമുള്ള പാട്ടായിരിക്കണം, ശിവനുമായിട്ട് ബന്ധമുള്ള പാട്ടായിരിക്കണം. അപ്പൊ അതൊക്കെ അങ്ങനെ ആലോചിച്ചപ്പോ ഞാനിരുന്ന് കമ്പോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സുരാജേട്ടൻ എന്റെ ശിവനെ അങ്ങനെ പറയാറുണ്ടല്ലോ, ശിവനെ. അപ്പൊ അത് ഭയങ്കരമായിട്ട് ആ ഒരു വേർഡ് വെച്ചിട്ട് ഈ കുഞ്ഞില് മുതൽ എഴുതുന്ന ഒരു ഇത് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പെട്ടെന്ന് എഴുതാനുള്ള ഒരു സ്കില്ല് വന്നത്. അന്ന് കുഞ്ഞിൽ എഴുതിയ ഏതെങ്കിലും ഒരു കവിത ഓർമ്മയുണ്ടോ? കുറെ കവിതകളുണ്ട്. എപ്പോഴും എഴുതുമ്പം പണ്ടൊക്കെ ഞാൻ ശരിക്കും ഭയങ്കര ഒരു എന്തെങ്കിലും വിഷമം വരുമ്പോഴോ ഭയങ്കരമായിട്ട് മനസ്സിനെ എന്തെങ്കിലും പിടിച്ചു വളർത്തുന്ന ഒരു സംഭവം വരുമ്പോ ഞാൻ കവിത എഴുതാറ്. ഞാൻ സുവോളജിയാണ് പഠിച്ചത്. അപ്പൊ സുവോളജിയില് ഈ തവളനെ ഡിസെക്ട് ചെയ്യണ സംഭവമുണ്ട്. തവള, കൂറ, നിങ്ങൾ പാറ്റാന്നാ പറയാല്ലേ? പാറ്റ. പിന്നെ സ്രാവിനൊക്കെ ഡിസെക്ട് ചെയ്യും. മീൻ അതിനൊക്കെ ഡിസെക്ട് ചെയ്യും. അതിന്റെ നെർവസ് സിസ്റ്റം ഒക്കെ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പൊ അതുപോലെ തവളനെ ഡിസെക്ട് ചെയ്യുന്ന ദിവസം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തവളനെ നമ്മൾ മുറിക്കാൻ പോവാന്നൊക്കെ വിചാരിച്ച്. അപ്പം എല്ലാം കട്ട് ചെയ്ത് എല്ലാവരും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും കട്ട് ചെയ്ത് കത്തിരിയൊക്കെ എടുത്തിട്ട് ഇതിനെ വളർന്ന് വെച്ച് ഞാൻ അതിന്റെ ഹാർട്ട് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. അപ്പൊ ഹാർട്ട് ഇടിക്കുന്നപ്പോ ഒരു ചെറിയൊരു വിഷമായി. ഇനിയിപ്പോ എന്തായിരിക്കും ഈ തവളന്റെ ഫേറ്റ്? അപ്പം നമ്മൾ അതിന്റെ ഇതൊക്കെ ചെയ്ത് സിസ്റ്റം ഒക്കെ ചെയ്ത് ഏതാ സിസ്റ്റം എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് കുഴപ്പമില്ല, ഇതിന്റെ ഭാഗമാണ്. പറയൂ തവള. അപ്പോ അത് കഴിഞ്ഞപ്പോ ഞാൻ മിസ്സിന്റെ അടുത്ത് ചോദിച്ചു, മിസ് ഇനി ഈ തവളനെ എന്ത് ചെയ്യുന്നു? അപ്പൊ ഞാൻ എന്താ മനസ്സിൽ സത്യം പറഞ്ഞാ വിചാരിച്ചത് അതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് പോകാൻ ജീവൻ വീണ്ടും കൊടുക്കും. അയ്യോ, അത്ര എന്റെ ബോധത്തിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മിസ് പറഞ്ഞോ ഇത് അതിന്റെ അടുത്ത ആഴ്ച അതിന്റെ മറ്റു ഭാഗങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇതിനെന്ത് ചെയ്യും? ഫോമലന്റ് ഇട്ട് വെക്കൂ. ഞാൻ പറഞ്ഞു അപ്പൊ ഈ തവള ചാവൂലേ എന്ന് വെച്ചു. മിസ് പറഞ്ഞ തവള ചാവും. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ ചെയ്ത ഒരു സംഭവം, എനിക്ക് സുവോളജിനോട് വരെ ഒരു ദേഷ്യം വന്നത്. എന്തിനാണ് ഒരു ജീവൻ ഇങ്ങനെ അതിനെ നശിപ്പിക്കണ്ടായിരുന്നു. പക്ഷെ അന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ എന്റെ കൈനെ കൊണ്ടൊരു കൊലപാതകം, ഞാനൊരു കൊലപാതകിയായി സത്യം അങ്ങനത്തെ ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് എഴുതിയ ഒരു കവിതയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ചിരിക്കരുത്, വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് എഴുതിയ ഒരു കവിതയാണ്. ഓക്കെ, ചിരിക്കില്ല. ഓ തവളെ, ഞാൻ അറിയുന്നു നിൻ ഹൃദയ നൊമ്പരം. ഇരുണ്ട ലാബിൻ്റെ ഉള്ളറകളിൽ ഇന്നു നിൻ സയാറ്റിക് പ്ലെക്സസിനായി എൻ്റെ വിരലുകൾ തിരയവേ. എനിക്ക് ചുറ്റും കൂട്ടുകാർ പരീക്ഷകൾ നിൻ ഹൃദയധമനിക്കായി വീണു തിരയുന്നു. സദയം ക്ഷമിക്ക സുഹൃത്തെ, ഞാൻ ഈ ക്രൂരനാം കത്തിയാൽ പിളർന്നിടട്ടെ നിൻ മാറിടം, തകർത്തിടട്ടെ നിൻ തുടയല്ലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഞാനത് കൊണ്ടുപോയിട്ട് എല്ലാവരും കാണിച്ചു കൊടുത്തപ്പോ ഭയങ്കര കോമഡി ആയിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. ഓ തവളെ എന്ന് തുടങ്ങിയപ്പോ തവളെ. പക്ഷെ ഞാൻ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഭയങ്കര കെയറോടെ കൂടി. ശരി, ചിലപ്പോ സത്യമായിരിക്കും ആ ഒരു നിമിഷത്തിൽ നമ്മൾ മനസ്സത്ര വേദനിച്ചിട്ടായിരിക്കും ഓ തവളെ